നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എടി ഇപ്പൊ സന്തോഷായില്ലേ നിനക്ക്? കണ്ടില്ലേ, ഞാനിനി എന്ത് ചെയ്യുന്ന ചോദിച്ചപ്പോ തന്നെ ദൈവം എനിക്കതിനൊരു ഉത്തരം തന്നത്. ഏതാനും നിമിഷം മുമ്പ് വരെ ഇരുട്ടി മുങ്ങി കിടക്കുമായിരുന്നു എന്റെ ജീവിതം. ഇപ്പൊ ഇവള് ഒറ്റ ഒരാൾ കാരണം എന്റെ ജീവിതത്തിൽ പ്രകാശം വന്നത് കണ്ടില്ല. അതേടി, ദേവി നമ്മളെ കൈവിട്ടില്ല. അതെ അമ്മ, ഇവളൊരാൾ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതോടെ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ അവസാനിച്ചു. ശ്യാമയ്ക്കും രോഹിത്തിനും ഒരു കുഞ്ഞായി, അതുപോലെ എനിക്കും വിഷ്ണുവേട്ടനും കുഞ്ഞായി. ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞെന്ന് പറഞ്ഞല്ലേ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട്. അന്ന് ഞാൻ പറഞ്ഞ കള്ളം അറിവില്ലായ്മയായിരുന്നു ഇപ്പൊ തെളിഞ്ഞില്ലേ? അന്ന് ഞാൻ കള്ളം പറയുമ്പോഴും എന്റെ വയറ്റില് കുഞ്ഞുണ്ടായിരുന്നല്ലേ? ഒരാളല്ല, ഇരട്ടകള്. അവര് രണ്ടാളും കൂടി എന്റെയും ശ്യാമയുടെയും സത്യമ്മയുടെയും എല്ലാവരുടെയും ജീവിതം രക്ഷിച്ചില്ലേ? എത്ര കുടുംബങ്ങളാ അവര് വിളക്കി ചേർത്തത്. ശരിക്കും ശരിക്കും ഭാഗ്യ നക്ഷത്രങ്ങളാമ്മ എന്റെ കുഞ്ഞുങ്ങള്. മോളെ, അമ്മ ഇക്കാര്യം സത്യമ്മയോട് പോയി പറയട്ടെ ഇപ്പൊ തന്നെ. പറഞ്ഞിട്ട് വരേ. അമ്മ എന്താടി? ഇപ്പോ ഇതേ ഹോസ്പിറ്റലില് ഇതേ സമയത്ത് ഞാൻ പ്രസവിച്ചു എന്ന് പറഞ്ഞ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നും അമ്മ? ശ്യാമയുടെ കാര്യത്തില് പല സംശയങ്ങളും ഉണ്ടായെന്നിരിക്കും. പോരെങ്കിൽ സുസ്മിതയില്ലേ കൂടെ? അതെ, ഇനി പറയാൻ വൈകിക്കണോ മോളെ? വൈകിക്കണ്ടെന്നല്ല, ഇപ്പൊ വേണ്ടെന്നേ പറഞ്ഞുള്ളൂ. ഇപ്പൊ നമ്മളായിട്ട് എന്തിനാ ശ്യാമയെ കുഴപ്പത്തിലാക്കുന്നത്? ഇപ്പൊ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാ ഒരു 100 ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. എപ്പ ഗർഭിണിയായി, അതെപ്പ തിരിച്ചറിഞ്ഞു, പിന്നെ അതെന്തുകൊണ്ട് പറഞ്ഞില്ല, എപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, അപ്പോഴും പറയാതിരുന്നതിന്റെ കാരണം എന്താ? തൊട്ടടുത്തിരുന്ന റൂമിലായിരുന്നിട്ടും ശാരദാമ്മ എന്താ ഒരു വാക്ക് പറയാതിരുന്ന? അങ്ങനെ അങ്ങനെ 100 ചോദ്യങ്ങള്. ശാരദാമ്മേ, എന്താ ഇവിടെ? നിങ്ങളോട് ചോദിച്ചത്. കണ്ടില്ലേ എന്റെ മുഖം കുനിച്ച് നിൽക്കുന്നത്? ഉറപ്പായിട്ടും ഇതിലെന്തോ കള്ളത്തരമുണ്ട്. മോളെ, കുഞ്ഞ് പതുക്കെ പതുക്കെ. അമ്മയുടെ മുത്തേ, നീ പറഞ്ഞ ശരിയാ മോളെ. ഇപ്പൊ പറഞ്ഞ സുസ്മിത എല്ലാം കുഴപ്പത്തിലാക്കും.
എന്നാൽ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ സാറേ. ആ അല്ലേ സാറേ? എന്ത്? ഞാൻ കുറച്ചു നേരമായി ശ്രദ്ധിക്കുന്നു. ശ്യാമ നോക്കുമ്പോൾ രോഗത്തിന് ഒരു കുഞ്ഞു പിറന്നു എന്ന് പറഞ്ഞിട്ടും സാറിന് അത്രയ്ക്ക് സന്തോഷമില്ലാത്ത പോലെ. എടോ, സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷേ അത് പുറത്ത് കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയാ. എന്തു പറ്റി സാറേ? എടോ, മുമ്പത്തെ ജ്യോത്സ്യരുടെ പ്രവചനം ഇയാൾ ഓർക്കുന്നില്ലേ? ആ, ഒരു കുഞ്ഞു പിറക്കുമെന്നും അതിനൊപ്പം മഹാലക്ഷ്മി ഇവിടുന്ന് പടിയിറങ്ങി പോകുമെന്നും തിരുമേനി പറഞ്ഞില്ലേ? ആ, അതിപ്പോ ഈ ഏത് ലക്ഷ്മിയാ സാറേ? എടോ, മഹാലക്ഷ്മി എന്ന് പറഞ്ഞ നമ്മുടെ ഇവിടുത്തെ ഐശ്വര്യം. ഓ, അതിപ്പോ എന്ത് ചെയ്യാനാ സാറേ? എടോ, ശാലിനിയായിരുന്നു ഈ വീടിന്റെ ഐശ്വര്യം. ഈ വീടിനും വീട്ടുകാർക്കും വേണ്ടി അവൾ എന്തൊക്കെ ത്യാഗങ്ങളാ സഹിച്ചത്. ഇവിടുത്തെ പ്രീതിക്കും ശ്യാമയ്ക്കും ഒക്കെ സ്വന്തമായ ജീവിതം ഉണ്ടാക്കി കൊടുത്തത് നമ്മുടെ ശാലിനിയല്ലേ? എടോ, അവൾ ചെയ്ത ത്യാഗങ്ങളുടെ മുകളിലാ നമ്മുടെ കുടുംബം തന്നെ നിലനിൽക്കുന്നത്. എന്നിട്ട് അവളിപ്പം പുറത്തായടോ. ദൈവം ക്ഷമിക്കോടോ അത്? അതിപ്പോ സത്യാമ്മ ഒരാളുടെ പിടിവാശി ഉണ്ടല്ലേ സാറേ ശാലിനി മോള് പുറത്ത് നിൽക്കുന്നത്? അത് തനിക്കറിയാവുന്ന കാര്യമല്ലേ? സാറേ, എന്റെ ബുദ്ധിയിൽ ഒരു കാര്യം തോന്നുന്നു. മണ്ടത്തരമാണെങ്കിൽ സാർ അതങ്ങ് വിട്ടുകളഞ്ഞേക്കണം. ഉറപ്പായിട്ടും മണ്ടത്തരാവാനേ വഴിയുള്ളൂ. എന്നാലും താൻ പറ, കേക്കട്ടെ കേക്കട്ടെ. സാറേ, ശ്യാമമോക്കൊരു കുഞ്ഞു പിറന്നതുകൊണ്ട് സത്യാമ്മ നിലത്തൊന്നും ആയിരിക്കില്ല. നാളെ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വരികയല്ലേ. സന്തോഷമുള്ളൊരു മുഹൂർത്തം. സത്യാമ്മയുടെ മനസ്സിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ സമയത്ത് ശാലിനി മോളെ തിരികെ കൊണ്ടുവരുന്ന കാര്യം അങ്ങ് അവതരിപ്പിക്കണം. എത്ര ഉഗ്രമൂർത്തിയാണെങ്കിലും പ്രസാദിച്ചു നിൽക്കുന്ന ആ സമയത്ത് ഇഷ്ടവരം ചോദിച്ചാൽ അത് അനുവദിച്ചു തരും സാറേ. സത്യാമ്മ ഇടഞ്ഞു നിൽക്കുകയാണെങ്കിലും ചെറിയൊരു വാശിയേ ഉള്ളെന്നാ എനിക്ക് തോന്നുന്നത്. സന്തോഷത്തിലിരിക്കുമ്പോ ആ വാശിയും ഉപേക്ഷിക്കാൻ സത്യാമ്മ തയ്യാറാകും സാറേ. അർജുൻ മോനും ശാരദാമ്മയും രോഹിത് മോനും ശ്യാമമോളും വിഷ്ണുമോനും എല്ലാരും സപ്പോർട്ടിനുള്ളതല്ലേ. എല്ലാരും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ചാൽ അത് നടക്കും സാറേ. സാധാരണ താൻ മണ്ടത്തരങ്ങൾ മാത്രമേ പറയാറുള്ളെങ്കിലും ഇപ്പൊ താൻ പറഞ്ഞത് ഒരു ബുദ്ധി തന്നെയാ. ഇത് നടക്കൂടോ? നടക്കും. ഈശ്വര. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.